നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം വാരഫലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വാരം 1199 മിഥുനം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള, അതായത് 2024 ജൂൺ 22 മുതൽ 28-ാം തീയതി വരെയുള്ള ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ മേടം, ഇടവം, മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി സംവേദിക്കുന്നത്. ആദ്യമായി മേടം രാശി. ഇതാകുന്നു മേടം രാശി. മേടം രാശി എന്നാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയാകുന്നു മേടം രാശി. ഇന്ന് മേടം രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ ബലവാനായി നിൽക്കുന്നു. 2-ൽ വ്യാഴം, 3-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, 6-ാം ഭാവത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ ശനി, 12-ാം ഭാവത്തിൽ രാഹു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, രാശ്യധിപനായ ചൊവ്വ ഒരു രുചക മഹായോഗം ചെയ്ത് ബലവാനായി രാശിയിൽ നിൽക്കുന്നു. വീട്, വാഹനം, ആഡംബരം, സുഖഭോഗങ്ങൾ, ഫാമിലി ലൈഫ്, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം 4-ാം ഭാവാധിപനായ ചന്ദ്രൻ പൗർണമിയിൽ വെളുത്തപക്ഷത്തിൽ ബലവാനായി ധനുരാശിയിൽ നിൽക്കുന്നു. അത് ഇന്നത്തെ മേടം രാശിയുടെ നല്ല ഒരു ബലമുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നു. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന മേടം രാശിക്കാർക്ക് ഈ വാരം പ്രായണ വളരെ അനുകൂലമാകുന്നു. പുതിയ വ്യാപാര ബന്ധങ്ങൾ, അതിലൂടെ ഉയർച്ച, ഇതൊക്കെ മേടം രാശിക്ക് ഊർജ്ജസ്വലമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വാരമാകുന്നു ഇത്. സാഹസികമായ പ്രവർത്തനങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. ലക്ഷ്മി തന്നെ നോക്കി ഇങ്ങോട്ടേക്ക് വരൂ. അതിനിടയിൽ ലക്ഷ്മിയുടെ പിറകെ സഞ്ചരിച്ച് തനിക്ക് അസ്വസ്ഥമാകുന്ന അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇടവരുത്താതിരിക്കുക. 2-ലെ വ്യാഴം പ്രൗഢമായി സംസാരിക്കുവാനും എല്ലാ കാര്യങ്ങളിലും ഒരു നീക്കുപോക്ക് വരുത്തുവാനും മേടം രാശിക്കാരെ നന്നായി സഹായിക്കുന്നതാണ്. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനഭാഗ് ധർമ്മസ്ഥിതേ ശീതകവും. 9-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ, സന്താന ശ്രേയസ്സിനും അനുകൂലമായ സമയമാകുന്നു 9-ലെ ചന്ദ്രൻ. ഭവത്യേവ ഭാഗ്യാധികോ യൗവനാദേഹേ, യൗവനം മുതൽ തനിക്ക് സൗഭാഗ്യം വരുമെന്നാണ്. അതിനാൽ ഈ വാരത്തിൽ പ്രായണ മേടം രാശിക്കാർക്ക് എല്ലാ ഗ്രഹങ്ങളും ഒരുവിധം നല്ല സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. ദാമ്പത്യ ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. വിട്ടുവീഴ്ച മനോഭാവം മേടം രാശിക്കാരായ ഭാര്യയായാലും ഭർത്താവായാലും പുലർത്തുക. അപ്പോൾ വലിയ മഞ്ഞുകട്ടകളൊക്കെ ഉരുകി ദാമ്പത്യം കുറെ കൂടി ഊഷ്മളമായ ഒരു അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുന്ന വാരമാണിത്. തകർന്നു നിൽക്കുന്ന സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങളെ ഈ വാരം നന്നാക്കിയെടുക്കാൻ ഉത്സാഹിച്ചാൽ കഴിയുന്നതാണ്. കർമ്മമേഖലയിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും തന്നെ മേടം രാശിക്കാർക്ക് ഈ വാരത്തിൽ ഉണ്ടാകുന്നതല്ല. ഒരു അധികാരം, പവർ, തല ഉയർത്തി നടക്കുവാനുള്ള സൗഭാഗ്യങ്ങൾ മേടം രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. സഹോത്ഥാഗ്രജ എന്നൊരു ഫലമുള്ളതുകൊണ്ട് പലപ്പോഴും ഇളയ സഹോദരനാണെങ്കിലും ഒരു മൂത്ത സഹോദരനെ പോലെ എല്ലാ കാര്യത്തിലും ഓടിച്ചാടി നടന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാപ്തി ഈ ലഗ്നത്തിലെ ചൊവ്വ നൽകുന്നതാണ്. 3-ാം ഭാവത്തിലെ സൂര്യൻ മൂത്ത സഹോദരങ്ങൾക്കും പിതാവിനും ഈ വാരം അത്ര അനുകൂലമല്ല. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് നാഗക്ഷേത്രത്തിൽ സർപ്പബലിയോ ആയില്യ പൂജയോ ചെയ്ത് ഈ വാരത്തെ ചെറിയ ചെറിയ ദോഷങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അനുകൂലമായ ദിനങ്ങൾ മേടം രാശിക്കാർക്ക് 22-ാം തീയതി ശനിയാഴ്ച പൗർണമിയാകുന്നു. അന്ന് മൂലം നക്ഷത്രമാണ്. പൗർണമിയിലെ വെളുത്തപക്ഷത്തിലെ മൂലം സ്വാഭാവികമായും ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. പക്ഷേ 22-ാം തീയതി സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് മൂലം നക്ഷത്രം അനുകൂലമല്ല. ബാക്കി എല്ലാ മംഗളകാര്യങ്ങൾക്കും 9 മുതൽ 10 വരെയുള്ള രാഹുകാലം വരുന്നതിന് മുൻപേ അല്ലെങ്കിൽ അതിന് ശേഷമോ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്.
23-ാം തീയതി ഞായറാഴ്ച പൂരാട നക്ഷത്രം ഒരു ശുഭകാര്യത്തിനും അനുവദനീയമല്ല. 24-ാം തീയതി തിങ്കളാഴ്ച ഉത്രാടം നക്ഷത്രം മേടം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ വാരമാകുന്നു. എല്ലാ കർമ്മങ്ങൾക്കും ഉത്രാടം വളരെ ഗുണമാണ്. അന്ന് തൃതീയ തിഥിയാണ്, ശുഭകരമാണ്. 25-ാം തീയതി ചൊവ്വാഴ്ച ചതുർത്ഥിയാണ്, തിരുവോണം നക്ഷത്രമാണ്. ഒരു കർമ്മങ്ങളും ചെയ്യേണ്ടതില്ല. 26-ാം തീയതി ബുധനാഴ്ച കറുത്തപക്ഷത്തിലെ പഞ്ചമിയാണെങ്കിലും അവിട്ട നക്ഷത്രം ശുഭകാര്യങ്ങൾക്കും ഭൂമിപരമായ ക്രയവിക്രയങ്ങൾക്കും ഗുണമാണ്. ബ്രോക്കർമാർക്കും കൺസൾട്ടൻസികൾക്കും LIC ഏജന്റുകൾക്കും ഈ 26-ാം തീയതി ബുധനാഴ്ച വളരെ ഗുണമാണ്. 27-ാം തീയതി വ്യാഴാഴ്ചയും കറുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണെങ്കിലും ചതയം നക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് അനുകൂലമാകുന്നു. 28-ാം തീയതി വെള്ളിയാഴ്ച പുരൂരുട്ടാതി നക്ഷത്രമാണ്, ഒരു കാര്യങ്ങൾക്കും അനുകൂലമായ ദിനമല്ല. അതിനാൽ മേൽപ്പറഞ്ഞ ശുഭ കാര്യങ്ങളെല്ലാം തന്നെ നല്ല മുഹൂർത്തവും നല്ല സമയവും നോക്കി നിങ്ങൾ ചെയ്യുക. പ്രായണ മേടം രാശിക്കാർക്ക് ഇത് വളരെ അനുകൂലമായ ഒരു വാരത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തതായി ഇടവം രാശി. എന്താണ് യഥാർത്ഥത്തിൽ ഇടവം രാശി? കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിയാകുന്നു ഇടവം രാശി. ഇന്ന് ഇടവം രാശിക്കാർക്ക് 1199 മിഥുനമാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ, അതായത് 2024 ജൂൺ 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരു വാരത്തെ ഫലമാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഇടവം രാശിക്കാർക്ക് രാശിയിൽ ഇന്ന് ഗുരുവും, 2-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തിയും, 5-ാം ഭാവത്തിൽ കേതുവും, അഷ്ടമത്തിൽ ചന്ദ്രനും, 10-ാം ഭാവത്തിൽ ശനിയും, 11-ാം ഭാവത്തിൽ രാഹുവും, 12-ാം ഭാവത്തിൽ ചൊവ്വയുമാകുന്നു ചാരവശാൽ സഞ്ചരിക്കുന്നത്. സ്വതവേ ഇടവം രാശി ഒരു ദൈവാധീനമുള്ള രാശിയാണ്. നിങ്ങളൊരു ഭൂമി വാങ്ങുമ്പോൾ എത്ര ദോഷമുണ്ടെങ്കിലും അഗുണഃ അഭി വൃഷപൂജ്യഃ എന്നാണ് പ്രമാണം. എത്ര ദോഷമുണ്ടെങ്കിലും ഇടവൻ രാശി പൂജിക്കണമെന്നാണ്. സ്ഥല വിഷയമൊക്കെ വരുമ്പോൾ ഇടവൻ രാശി വരികയാണെങ്കിൽ അത് വളരെയധികം ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു. ഇവിടെ ഇന്ന് ലഗ്നത്തിലുള്ള വ്യാഴം ഞാൻ മുൻപ് സൂചിപ്പിച്ചു, മാനസികമായ സമ്മർദ്ദങ്ങൾ കർമ്മമേഖലയിലും വ്യക്തിപരമായ ജീവിതത്തിലും വരുന്ന സമയമാണ്. ദാമ്പത്യത്തിലും ക്ലേശങ്ങളുണ്ടാകും. വിട്ടുവീഴ്ച മനോഭാവം പുലർത്താൻ ശ്രമിക്കുക. സ്വതവേ ഇടവം രാശിക്കാർ ക്ഷമാശീലരാണ്. പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പടി വരെ അവർ താഴ്ന്നു നിൽക്കുമെങ്കിലും അവസാന സമയം, ഒരു രക്ഷയില്ലാത്ത സമയത്ത് പൊട്ടിത്തെറിക്കുന്നവരാകുന്നു ഇടവം രാശിക്കാർ. ഒരു പുതിയ പദ്ധതി ആരംഭം, തുടക്കം ഒക്കെ ഇടവം രാശിക്കാർക്ക് ഇന്ന് കാണുന്നു. ഊർധ്വമുഖ രാശിയാണ്. അതിനാൽ യാത്ര, പോക്കുവരവ്, സാമ്പത്തികമായ ഔന്നത്യങ്ങളൊക്കെ, തനിക്ക് ചില സഹായങ്ങളൊക്കെ സുഹൃത്തുക്കളിലൂടെയൊക്കെ ലഭിക്കേണ്ടുന്ന നല്ല ഒരു വാരമാകുന്നു ഇത്. ധനപരമായ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കുറവായിരിക്കും. അതിനാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രായണ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിലും റിയൽ എസ്റ്റേറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇടവം രാശിക്കാർ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ഭൂമികാരകനായ ചൊവ്വ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ചില ഭൂമിക്കൊക്കെ അഡ്വാൻസ് കൊടുത്താൽ ആ കച്ചവടം പൊട്ടിപ്പോവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്ന വാരമാകുന്നു. 2-ലെ ബുധൻ പലപ്പോഴും സദസ്സിൽ വളരെയധികം ശോഭിക്കുന്നു. അനാവശ്യമായ വാക്തർക്കങ്ങളിലൂടെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്ന വാരമാകുന്നു. 2-ൽ നിൽക്കുന്ന ഗുളികൻ രാശിയിൽ പലപ്പോഴും ദോഷഫലത്തെ ഉണവാക്കുന്നു. നിന്ദ്യാഭിഭാഷി ധനകെ വിവേഷ എന്നാണ്. നിന്ദ്യമായിട്ട് സംസാരിച്ചിട്ട് സൗഹൃദങ്ങളൊക്കെ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകുന്ന വാരമാകുന്നു. തൻ്റെ ഉയർന്ന അതോറിറ്റി അഥവാ ഓഫീസേഴ്സുമായിട്ടുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ശ്രദ്ധിക്കണം. രാത്രിയിലുള്ള യാത്ര വളരെ കെയർഫുൾ ആവുക. വീട്ടിലുള്ള ധനം, ആഭരണങ്ങൾ ശ്രദ്ധിക്കുക. ഇടി മിന്നലുള്ള ഈ വർഷക്കാലം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേടുപാടുകൾ സംഭവിക്കുന്നതും ധനനഷ്ടം ഉണ്ടാകുന്നതുമാണ്.
വില കൂടിയ ഉപകരണങ്ങൾ ഇൻഷൂർ ചെയ്യുന്നത് ഈ വാരം വളരെ ഗുണമാണ്. മഴക്കാലം കഴിയും വരെ നിങ്ങൾക്ക് സംരക്ഷിക്കാവുന്നതാണ്. കർമ്മമേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കാനില്ല. നല്ല ഉദ്ദേശത്തോടു കൂടി താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തനിക്ക് തിരിച്ച് അനുകൂലമായ അവസ്ഥ സുഹൃത്തിൽ നിന്നും ഉണ്ടാകണമെന്നില്ല. അധിക സഹായ മനസ്ഥിതി ഈ വാരത്തിൽ ഇടവൻ രാശിക്കാർക്ക് ആവശ്യമില്ല. 5-ലെ കേതു സന്താനങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. പല കാര്യങ്ങളിലും നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചാലും അതിനർഹമായ പ്രതിഫലമോ അംഗീകാരമോ ലഭിക്കണമെന്നില്ല. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജയോ കടും പായസമോ വഴിപാടായി സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുക. പഞ്ചാമൃതം അല്ലെങ്കിൽ ത്രിമധുരവുമാകാം. പഠനത്തിൽ പിറകിലുള്ള മക്കൾക്ക് വേണ്ടി സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നത്, ഷഷ്ഠി തിഥിയിൽ ഉപവാസം അനുഷ്ഠിക്കുന്നതും രക്ഷിതാക്കൾക്ക് മക്കളുടെ ശ്രേയസ്സിനായി ചെയ്യാവുന്നതാണ്. പിന്നെ ഇടവൻ രാശിക്കാരുടെ പ്രധാനപ്പെട്ട അനുകൂലമായ ദിനങ്ങൾ 22-ാം തീയതി ശനിയാഴ്ച ഒരു കാര്യവും ഇടവൻ രാശിക്കാർ ചെയ്യാൻ പാടുള്ളതല്ല. കാരണം അവരുടെ അഷ്ടമരാശി കൂറാകുന്നു. അതിനാൽ 22-ാം തീയതിയും 23-ാം തീയതിയും വളരെ അനുകൂലമായ ദിനമല്ല. 24-ാം തീയതി തിങ്കളാഴ്ച ഉത്രാടം നക്ഷത്രം, തൃതീയാ തിഥിയാണ് കറുത്തപക്ഷത്തിലേത്. എങ്കിലും ഈ 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച എല്ലാ ശുഭകാര്യങ്ങളും 24-ാം തീയതി തിങ്കളാഴ്ച ഇടവം രാശിക്കാർക്ക് ചെയ്തു തീർക്കാവുന്നതാണ്. 26-ാം തീയതി ബുധനാഴ്ചയും വളരെ അനുകൂലമായ ദിവസമാകുന്നു. 27-ാം തീയതി വ്യാഴാഴ്ച ചതയം നക്ഷത്രവും വളരെ അനുകൂലമാണ്. ഏതായാലും എല്ലാ ഇടവൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. ഇനി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിയെ പറ്റിയാണ്. ഇതാകുന്നു മിഥുനം രാശി. മകര നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴികയാകുന്നു മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് പ്രായേണ ഇന്ന് രാശിയിൽ ബലവാനായി ബുധനും ശുക്രനും ആദിത്യനുമുണ്ട്, മാന്തിയുമുണ്ട്. 4-ൽ കേതുവും 7-ൽ ചന്ദ്രനും, 9-ാം ഭാവത്തിൽ ശനിയും, 10-ാം ഭാവത്തിൽ രാഹുവും, 11-ൽ ചൊവ്വയും, 12-ൽ വ്യാഴവും രാശിയിലുണ്ട്. മിഥുന രാശിക്കാർക്ക് പ്രായേണ വിവാഹങ്ങൾ, പെണ്ണുകാണൽ ചടങ്ങിനൊക്കെ അനുകൂലമായ ഒരു വാരമാകുന്നു. വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്ന യുവാവിനോ യുവതിക്കോ ഈ വാരത്തിൽ പെട്ടെന്ന് ഒരു വിവാഹ ചിന്തയൊക്കെ ഉടലെടുക്കുന്ന വാരമാകുന്നു. കാരണം 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, അതും പൗർണമിയിലെ ചന്ദ്രനാണ്. ഈശു തീവ്രമതോ മതേ, 7-ൽ ചന്ദ്രൻ വന്നാൽ തീവ്രമായ മതം, കാമമുണ്ടാകുമെന്നാണ്. ആ കാമപ്രകടനത്തിലൂടെ തനിക്ക് ദോഷകരമാകുന്ന ഒരു കാര്യത്തിലും മിഥുനൻ രാശിക്കാർ പോകാൻ പാടില്ല. അനാവശ്യമായ പേരദോഷങ്ങളുടെ വാരമാകുന്നു. വളരെയധികം ശ്രദ്ധിക്കുക. ദാമ്പത്യത്തിൽ പിണങ്ങിക്കഴിയുന്ന ദമ്പതികൾക്ക് ഒരു കൂടിക്കാഴ്ച, മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കെ ഈ വാരം വളരെ അനുകൂലമാണ്. ഭാര്യാഭർത്താക്കന്മാർ, ദമ്പതികൾ പരസ്പരം പിരിഞ്ഞിരിക്കേണ്ടുന്ന സമയമാകുന്നു മിഥുനം രാശിക്കാർക്ക്. കാരണം അവരുടെ 7-ാം ഭാവാധിപൻ ഭാര്യാഭർത്തൃ ബന്ധം ചിന്തിക്കേണ്ടുന്ന വ്യാഴം 12-ലാണ്. അതിനാൽ വാശികളോടുകൂടിയുള്ള സമീപനത്തിൽ നിന്നും കുറച്ചുകൂടി മാറ്റം ദമ്പതികൾക്ക് സ്വീകരിക്കാം ഈ വാരത്തിൽ. ലഗ്നത്തിലുള്ള ബുധൻ ധാരാളം സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യും. അന്യരുടെ അരിഷ്ടതകൾ മാറാൻ ഈ ബുധൻ സഹായകരമാണ്. ബുധൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു കൺസൾട്ടന്റ് പ്ലാനറ്റാണ്, ചികിത്സ അറിയുന്ന വ്യക്തിയാകുമെന്നാണ്. തൻ്റെ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും തനിക്ക് പരിഹാരം കാണാൻ കഴിയില്ലെങ്കിലും അന്യരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അവരുടെ പ്രയാസങ്ങൾ തീർക്കാനാകുന്ന ഒരു വാരമാകുന്നു ഈ ഒരു വാരം. സഹോദര ഗുണം നന്നായിട്ട് ലഭിക്കുന്ന വാരമാകുന്നു. ക്ഷതാംഗ, അംഗത്തിന് ക്ഷതമുണ്ടാകും എന്നൊരു ഫലം 2 വീലർ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന മിഥുന രാശിക്കാർ ശ്രദ്ധിക്കുക. ശാരീരികമായി ഒരു വാഹനാപകടം ഈ വാരത്തിൽ കാണപ്പെടുന്നുണ്ട്. 4-ാം ഭാവത്തിലെ കേതുവും മാതാവിന് അരിഷ്ടതയുടെ സമയമാണ്. പൂർവികമായ സ്വത്തുകൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തൻ്റെ ധനം
സുഹൃത്തുക്കൾക്ക് തൽക്കാലം കടം നൽകിയാലോ ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത ഒരവസ്ഥ സംജാതമാകുന്നതാണ്. ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നതിനാൽ നല്ല തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സൗഭാഗ്യം കൈവരുന്നതാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ വളരെയധികം മാനസികമായ സ്വസ്ഥത ലഭിക്കുന്ന വാരമാകുന്നു. 10-ലെ രാഹു അന്യമതസ്ഥരുമായി ബന്ധപ്പെടുന്ന സുഹൃത്തുക്കളിലൂടെ നല്ല ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഭൂമി കച്ചവടക്കാർ, ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വാരമാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഗൃഹനിർമ്മാണ ചിന്ത വളരെ കൂടുന്ന വാരമാണിത്. എങ്കിലും ഈ മിഥുനമാസം നാം ഗൃഹത്തിൻ്റെ സ്ഥാപത്യ കർമ്മങ്ങൾ, കുറ്റിയടി മുതലായ കർമ്മങ്ങൾ ഒന്നും തന്നെ നിർവഹിക്കാറില്ല. ഭൂമിയെല്ലാം തയ്യാറായി വെക്കുക. ചിങ്ങമാസമായിരിക്കും അതിന് ഏറ്റവും നല്ല അനുകൂലമായ സമയം. 12ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കർമ്മത്തിലുള്ള ശത്രുദോഷങ്ങളും ദാമ്പത്യത്തിലുള്ള ക്ലേശങ്ങളും വരികയാൽ അതിന് പരിഹാരമായി കർമ്മതടസ്സം മാറാൻ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, സുദർശന ഹോമം അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. ദാമ്പത്യത്തിലുള്ള ശ്രേയസ്സിനായി ഭാര്യ ഭർത്താക്കന്മാരുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക. ധാരാളം സുഹൃത്തുക്കൾ, സ്ത്രീ സൗഹൃദങ്ങളൊക്കെ വരുന്ന വാരമാണിത്. സുഹൃത്തുക്കളുമായി ചേർന്ന് നല്ല യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാം. അവരുമായി ചേർന്ന് നല്ല ഡിന്നറൊക്കെ ഒരുക്കി രസകരമായി ഗായകരാണെങ്കിൽ പാട്ടുപാടി തൻ്റെ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാനുള്ള വാരമാകുന്നു മിഥുനം രാശിക്കാർക്ക്. പ്രായേണ എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്ന രാശിയാകുന്നു മിഥുനം രാശി. ഇനി മിഥുനം രാശിക്കാർക്ക് അനുകൂലമായ വാരം 22-ാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രം വളരെ ഗുണമാണ്. യാത്രക്ക് മറ്റെല്ലാ കാര്യത്തിനും. പക്ഷേ സാമ്പത്തികമായ വിഷയം മൂലം നക്ഷത്രത്തിന് ആരും ചെയ്യാറില്ല. 24-ാം തീയതി തിങ്കളാഴ്ച അനുകൂല ദിവസമല്ല, അഷ്ടമരാശി കൂറാണ്. അതിനാൽ 22-ാം തീയതി ശനിയാഴ്ചയും 26-ാം തീയതി ബുധനാഴ്ച അവിട്ടം നക്ഷത്രവും 27-ാം തീയതി വ്യാഴാഴ്ച ചതയം നക്ഷത്രവും വളരെ അനുകൂലമായ ദിനമാകുന്നു മിഥുനം രാശിക്കാർക്ക്. ഏതായാലും നാം 3 രാശിക്കാരുടെ ഫലം പറഞ്ഞു കഴിഞ്ഞു. അതിൽ മേടം രാശിക്കാർക്ക് ഈ വാരം വളരെ ഗുണകരമായ വാരമാണ്. ഇടം രാശിക്കാർക്ക് പ്രായേണ ഒരു മധ്യമത്തിലുള്ള ഗുണത്തെ പ്രദാനം ചെയ്യുന്നു. മിഥുനം രാശിക്കാരെ പോലെ തന്നെ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ഡോക്ടർ മാരാർജി നിങ്ങളോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു. അനുകൂലമായ ദിവസങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. രാഹുകാലം ഒഴിച്ചുള്ള സമയത്ത് ശുഭകാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടുക. നന്ദി, നമസ്കാരം.